നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബംഗാൾ ദീദി മമതാ ബാനർജിക്ക് നിലവിൽ ലക്ഷ്യം ഒന്ന് മാത്രമേയുള്ളൂ: ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകണം. ബിജെപിക്ക് കേവല ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ അങ്ങനെയൊന്നും സംഭവിച്ചുകൂടായികയില്ല. പശ്ചിമ ബംഗാളിലെ 42 സീറ്റുകളിലും മത്സരിച്ച് 42 സീറ്റുകളും പിടിക്കുകയെന്ന ഉറച്ച ലക്ഷ്യത്തിലാണ് മമതാ ബാനർജി. ഇന്ത്യ മുന്നണി ദേശീയ തലത്തിൽ 225 സീറ്റ് പിടിച്ചാൽ ബിജെപി അധികാരത്തിലെത്തില്ല. അങ്ങനെയെങ്കിൽ കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും വെട്ടി മമത പ്രധാനമന്ത്രി സ്ഥാനത്ത് വിലപേശും. ബിജെപിയെ ഒഴിവാക്കാൻ ഇന്ത്യ മുന്നണി മമതയെ പിന്തുണയ്ക്കുന്ന നിലയിലേക്കാണ് നിലവിൽ കാര്യങ്ങളുടെ പോക്ക്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ബിജെപിയെ മമത പശ്ചിമ ബംഗാളിൽ നിലം തൊടാൻ അനുവദിക്കില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി 4 തവണയും അമിത്ഷാ 6 തവണയും നദ്ദ 4 തവണയും ബംഗാളിലുടനീളം റോഡ് ഷോയും മഹാസമ്മേളനങ്ങളും നടത്തിയിട്ടും മമതാ ബാനർജി ഒതുക്കാൻ ബിജെപിക്ക് സാധിച്ചിട്ടില്ല. ബിജെപി കോടികൾ ഒഴുക്കി പ്രചാരണം നടത്തിയിട്ടും ബംഗാളിൽ മമത മഹാഭൂരിപക്ഷത്തോടെ അധികാരം പിടിച്ചു. നിലവിലെ സാഹചര്യത്തിൽ CPM കോൺഗ്രസ് മുന്നണിക്ക് ഒരു സീറ്റ് പോലും ബംഗാളിൽ ലഭിക്കില്ല. മമതയെ തകർത്ത് എങ്ങനെ ബംഗാൾ ഭരണം പിടിക്കുക എന്നതാണ് ബിജെപിയുടെ എക്കാലത്തെ ലക്ഷ്യം. കോൺഗ്രസ് 15 വർഷവും CPM 30 വർഷവും ഭരിച്ച ബംഗാളിൽ 2 പാർട്ടിക്ക് നിലവിൽ വിലാസമില്ലെന്നാണ് പച്ചയായ യാഥാർത്ഥ്യം. ബിജെപിക്ക് പരമാവധി 2 സീറ്റിൽ വിജയിക്കാനുള്ള സാധ്യത മാത്രമേ ഉള്ളൂ. ശതകോടികൾ എറിഞ്ഞിട്ടും ബംഗാളിൽ ബിജെപിയുടെ അരി വേവുന്നില്ലെന്ന സങ്കടത്തിലാണ് ഏറെക്കാലമായി ബിജെപി. കോൺഗ്രസുമായുള്ള സഖ്യശ്രമങ്ങൾ ഉപേക്ഷിച്ച് ബംഗാളിലെ 42 സീറ്റുകളിലും തൃണമൂൽ മത്സരിക്കുകയാണ്. പരമാവധി 3 സീറ്റ് മാത്രമാണ് മമത കോൺഗ്രസിന് ദാനമായി മുന്നോട്ട് വെച്ചത്. കോൺഗ്രസ് ആവട്ടെ 4 സീറ്റ് ലഭിച്ചാൽ മമതയുമായി സഖ്യം ചേരാൻ ഒരുക്കത്തിലായിരുന്നു. കോൺഗ്രസിന്റെ ലോക്സഭാ കക്ഷി നേതാവായ അധീർ രഞ്ജൻ ചൌധരിക്കെതിരെ ബഹ്റാംപൂരിൽ ക്രിക്കറ്റ് താരം യൂസഫ് പഠാനെ മമതാ ബാനർജി നാടകീയമായി പ്രഖ്യാപിച്ചതും കോൺഗ്രസിന് വലിയ തിരിച്ചടിയായിരിക്കുന്നു. ലോക്സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട മഹുവ മൊയ്ത്ര, അഭിഷേക് ബാനർജി, നടൻ ശത്രുഘ്നൻ സിൻഹ തുടങ്ങിയവരടക്കം 16 സിറ്റിംഗ് MPമാർ TMCയിൽ വീണ്ടും മത്സരത്തിനൊരുങ്ങുകയാണ്. സ്ഥാനാർത്ഥി പട്ടികയിൽ 12 പേർ വനിതകളാണ് എന്നത് മറ്റൊരു പാർട്ടിക്കും അവകാശപ്പെടാനില്ലാത്ത നേട്ടമാണ്. നിലവിലെ ലോക്സഭയിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട പേരാണ് മഹുവ മൊയ്ത്ര. ബിജെപിക്കെതിരെ ആഞ്ഞടിച്ച് രാജ്യശ്രദ്ധ നേടിയ മഹുമയെ ഒടുവിൽ അച്ചടക്കത്തിന്റെ വാളോങ്ങിയാണ് ഭരണപക്ഷം ലോക്സഭയിൽ നിന്ന് പുറത്താക്കിയത്. ലോക്സഭയിലെ ചോദ്യത്തിന് കോഴ വാങ്ങിയെന്ന ആരോപണത്തിന്റെ പേരിൽ എത്തിക്സ് കമ്മിറ്റി നടപടിയെടുത്തതിനെ തുടർന്ന് മഹുമ അയോഗ്യയാക്കുകയായിരുന്നു. എന്നാൽ ആരോപണങ്ങളും അന്വേഷണങ്ങളും നിലനിൽക്കുമ്പോഴും ഇത്തവണ കൃഷ്ണനഗർ സ്വീറ്റ് മഹുമയെ വിശ്വസിച്ചേൽപ്പിച്ചിരിക്കുകയാണ് മമതാ ബാനർജി. അവസാന നിമിഷം വരെ കോൺഗ്രസ് ദേശീയ നേതൃത്വം സഖ്യത്തിനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും അത് പരാജയപ്പെട്ടു. തൃണമൂൽ കോൺഗ്രസ് പ്രധാന പ്രതിപക്ഷമായ മേഘാലയയിലെ 2 സീറ്റുകളിലും പാർട്ടി മത്സരിക്കുകയാണ്. അസമിലെ ഏതാനും സീറ്റുകളിലും സമാജ്വാദി പാർട്ടിയുടെ പിന്തുണയോടെ UPയിൽ 1 സീറ്റിലും തൃണമൂൽ മത്സരിക്കും. നിലവിലെ സാഹചര്യത്തിൽ വിവിധ സംസ്ഥാനങ്ങളിലായി 40-ലേറെ സീറ്റുകളിൽ വരെ മമത ജയിച്ചു വന്നാൽ കോൺഗ്രസിനൊപ്പം പാർലമെന്റിൽ ആൾബലമുള്ള പാർട്ടിയായി തൃണമൂൽ മാറുകയാണ്. മോദിക്ക് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഭർത്താവിന് അത്താഴം കൊടുക്കരുതെന്നാണ് ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ നടന്ന മെഗാ റാലിയിൽ മമത സ്ത്രീ വോട്ടർമാരോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സന്ദേഗ്ലി ഉൾപ്പെടുന്ന ബസിർഹത്ത് ലോക്സഭാ സീറ്റിൽ നിന്ന് സിറ്റിംഗ് MLA നുസ്രത്ത് ജഹാനെ തഴഞ്ഞ് മുൻ MP ഹാജി നുറുൾ ഇസ്ലാമിനെയാണ് TMC മത്സരിപ്പിക്കുന്നത്. തുടർച്ചയായി 2ാം തവണയാണ് മഹുവ മൊയ്ത്ര കൃഷ്ണനഗറിൽ മത്സരിക്കുന്നത്. വങ്കാനാട്ടിലെ 42 ലോക്സഭാ സീറ്റിലും തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ പോർക്കളത്തിൽ ചൂട് പകർന്നു തുടങ്ങും. ഇന്ത്യ എന്ന പേരിൽ പ്രതിപക്ഷ ഐക്യ ചർച്ചയ്ക്ക് തുടക്കമിട്ടത് മമതയാണെന്നിരിക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുന്നണി പരീക്ഷണം വേണ്ടെന്ന് ആദ്യം പ്രഖ്യാപിച്ചതും മമത തന്നെ. എന്ത് വില കൊടുത്തും ബംഗാളിലെ തങ്ങളുടെ കരുത്ത് നിലനിർത്തുകയെന്നത് ഒറ്റ ലക്ഷ്യം മാത്രമാണ് തൃണമൂൽ കോൺഗ്രസിനും മമതാ ബാനർജിക്കുമുള്ളത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 22 സീറ്റാണ് തൃണമൂൽ കോൺഗ്രസ് നേടിയത്. ഇത്തവണ അത് ഉയർത്തുക മാത്രമല്ല, കുറഞ്ഞത് 40 സീറ്റുകൾ പിടിക്കുകയാണ് ലക്ഷ്യം. ദേശീയ പാർട്ടി പദവി സ്വപ്നം കാണുന്ന തൃണമൂലിലെ വോട്ട് വിഹിതത്തിലും ഉയർച്ച അത്യാവശ്യമാണ്. സംസ്ഥാനത്തെ ഭരണവിരുദ്ധ വികാരമാണ് മമതയും തൃണമൂലും പ്രധാന ആദ്യ വെല്ലുവിളി. പാർട്ടിയുടെ ഉന്നത സ്ഥാനത്തിരിക്കുന്നവർക്കെതിരെ വരെ അഴിമതി ആരോപണം ഉയർന്നിട്ടുണ്ട്. സ്കൂൾ റിക്രൂട്ട്മെന്റ് അഴിമതി, തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ജോലിക്ക് പണം ആരോപണം, റഷ്യൻ അനധികൃത കൽക്കരി ഖനനം എന്നിവയാണ് പ്രധാന വിഷയങ്ങൾ. സംസ്ഥാനത്തെ ക്രമസമാധാന നിലയാണ് ബംഗാളിൽ മമതയ്ക്കെതിരെ ഉയരുന്ന മറ്റൊരു ആയുധം.